ഹായ് നമസ്കാരം, ഉണ്ണീശുപാലാണ്. മറ്റൊരു എപ്പിസോഡ് നമുക്ക് തുടങ്ങാം. ജീവിതത്തിൽ സന്തോഷവും ദുഃഖവും നോക്കിക്കാണുന്നവരുണ്ടോ? അതുപോലെ തന്നെ ജീവിതത്തിൽ ഒറ്റപ്പെടലും കൂടിച്ചേരലുകളും ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അതിൽ നിന്നും വ്യത്യസ്തമായി ചിന്തിക്കുന്നവർക്കുണ്ടാവുള്ളൂ. അവർക്കാവട്ടെ ഈ എപ്പിസോഡ്. നമ്മളെപ്പോഴും ജീവിതത്തിൽ ഇന്ന് എന്ത് കിട്ടി, ഇപ്പോൾ നമ്മൾ ഏത് സ്റ്റാറ്റസിൽ നിൽക്കുന്നു, അതിനേക്കാളും നമ്മൾ ഇന്നലെ ഇങ്ങനെ ആയിരുന്നില്ലേ, ഇന്നലെ ഇന്നതൊക്കെ ആവണമായിരുന്നു, നാളെ അങ്ങനെയൊക്കെ ആകണമായിരുന്നു എന്ന് ചിന്തിക്കാത്തവരായിരിക്കും കൂടുതലും, അല്ലേ? അത് തെറ്റുമില്ല. നമ്മൾ പണ്ടേ പാടിപ്പതിഞ്ഞ ചൊല്ലിക്കേട്ട കാര്യങ്ങളുണ്ടല്ലോ. 10 കിട്ടുകിൽ 100 മതിയെന്നും, ശതമാകിൽ സഹസ്രം മതിയെന്നും, 1000 പണം കയ്യിലുണ്ടെങ്കിൽ അയ്യുതമാകിൽ ആശ്ചര്യം എന്നതും, ആശയായുള്ള പാശം വേർപിടാതെ കരയേറുന്നു മേൽക്കുമേൽ. ഞാൻ ചൊല്ലിയത് കൃത്യമാവണമെന്നില്ല, പണ്ടെപ്പോഴോ കേട്ടുപഠിച്ച കാര്യങ്ങളാണ്. നമ്മുടെ മനസ്സിൻ്റെ മനുഷ്യൻ്റെ ആശയും ആഗ്രഹവും ഒക്കെ ഈ ലെവലിലാണ്. കിട്ടിയതിലൊന്നും നമ്മൾ തൃപ്തിപ്പെടില്ല മക്കളെ. നമുക്കിനി ഒരുപാട് വേണം, തെറ്റില്ല, നല്ലതാണ്. പക്ഷേ കിട്ടുന്ന മുഹൂർത്തങ്ങളെ കളഞ്ഞുകൊണ്ടും നമ്മളെപ്പോഴോ പറയുന്നു ഒറ്റപ്പെടലുകൾ നമുക്ക് വേദന ഉണ്ടാക്കുന്നു. അതൊന്ന് ആസ്വദിച്ച് നോക്ക്. ഒറ്റപ്പെടുത്തുന്നവർക്ക് പോലും വേദന ഉണ്ടാക്കുന്നതായിരിക്കും നമ്മൾ ഒറ്റപ്പെടലുകൾ ആസ്വദിച്ച് കൊണ്ടുപോകുമ്പോൾ. അതാണ് ജീവിതം. നമ്മൾ വിചാരിക്കും നമ്മുടെ ജീവിതം മറ്റുള്ളവൻ്റെ കയ്യിലാണ്, നമ്മുടെ നേട്ടങ്ങളും കോട്ടങ്ങളും മറ്റുള്ളവരാണ് തുലനം ചെയ്യുന്നത്, അതുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി ജീവിക്കുന്നുവെന്ന്. തെറ്റാണ്. എൻ്റെ അനുഭവത്തിൽ അറ്റ്ലീസ്റ്റ് അത് തെറ്റാണെന്ന് തോന്നുന്നു. എന്ന് നമുക്ക് വേണ്ടി നമ്മളായി ചിന്തിച്ചു തുടങ്ങുന്നുവോ, അവിടെ നമുക്ക് മാറ്റിവെക്കാൻ മറ്റൊന്നുമില്ല, നമ്മൾ മാത്രമാണ്. ജീവിതം മുന്നോട്ട് പോവുക. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അവർക്കാണെന്നല്ല, എനിക്കാണ് എൻ്റെ ജീവിതം. അങ്ങനെയല്ലേ വേണ്ടത്? എല്ലാവരും അങ്ങനെ ചിന്തിക്കൂ. ഒപ്പം നമ്മൾ സൗഹാർദ്ദത്വം കാണിച്ചുകൊണ്ട് മുന്നോട്ട് കുതിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. അതിനായി പ്രവർത്തിക്കുക. ഓൾ ദ ബെസ്റ്റ്. ടേക്ക് കെയർ. ബൈ ബൈ ഫ്രം ഉണ്ണീശുപാൽ.